ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിലെ വ്യക്തി, ആ വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ മനസ്സിലോർത്തെടുക്കുക. എന്താണോ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്. ജസ്റ്റ് ഒബ്സർവ് ദ ഫീലിങ്സ്, തോട്ട്സ്. എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ടത്? അവരുടെ കറന്റ് ഫീലിങ്സ്. ആർ യു ഓൺ ദിയർ മൈൻഡ്? Is there any message for you from their soul? The person on your mind. Okay, so നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് അവർ സഫർ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. സോ അത്ര ഈസി ആയിട്ടല്ല നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പെയിൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലുള്ള ഒരു കാരണം കൊണ്ട് റിലേഷൻഷിപ്പ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് പെയിൻഫുൾ ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഹേർട്ട് ആവുന്നുണ്ട് ഈ വ്യക്തി. ഓക്കെ, സോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കണം മേ ബി, അല്ലെങ്കിൽ അവർ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, മാറി നിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനമായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്. ഓക്കെ, the person on your mind. All right, so it's like സെയിം ടൈം അവർ നിങ്ങളെ ബ്ലോക്കും ചെയ്യുന്നുണ്ടായിരിക്കണം, അവർ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഒരു വെയിറ്റും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. സോ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം അവരുടെ ഫീലിങ്സിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേസമയം അവർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ, സ്പെഷ്യലി ഒരു ഫിസിക്കൽ പ്രസൻസ് കാരണം. അതായത് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള ആളുകളാണ്, പക്ഷെ നിങ്ങൾ ഡെയിലി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസും അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവർ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. ഒരുപാട് അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഐഡിയൽ പാർട്ട്ണർ ആയിട്ടായിരിക്കാം മേ ബി ഒരു വ്യക്തി കാണുന്നുണ്ടായിരിക്കാം, നിങ്ങളോട് ഒരുപാട് അട്രാക്ഷനും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതേ സമയം വിട്ടുകളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടെ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സ്നേഹം ഉണ്ടാവുന്നുണ്ട്, ആൻഡ് അഗെയിൻ ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതേസമയം എന്തൊക്കെയൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, മെയിൻ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജെന്യൂൻ ഫീലിങ്സ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ഈ വ്യക്തിനെ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയാത്തത് കൊണ്ടായിരിക്കാം, പറയാൻ അവർ തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ടാവില്ല. അവരുടെ ഈഗോ ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം. സോ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തീരുമാനം, മേ ബി നിങ്ങളും ഈ ഒരു വ്യക്തി എന്തെങ്കിലും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ അവർക്ക് ഈവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അവരും ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അവർ ഒരു പോസിബിലിറ്റി നോക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അതിനർത്ഥം നിങ്ങളടുത്ത് ആ വ്യക്തിക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഇല്ലാഞ്ഞിട്ടോ അല്ല. ആ വ്യക്തിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളടുത്ത് ഒരു അട്രാക്ഷൻ ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്, ഒരുപാട് സ്നേഹം ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാണാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ വരാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടും ആവുന്നുണ്ട് ആ വ്യക്തിക്ക്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ അവർക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് അവർ കണക്ട് ആവുന്നില്ല, അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതല്ല, അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, വ്യക്തി കുറച്ച് ഒരു സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ റീയൂണിയൻ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങൾ ആയിട്ടുള്ള എന്തെങ്കിലും റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം എന്തൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന്റെ ഭാഗമാവുന്നുണ്ട്. ഓക്കെ, അതിലെന്തെങ്കിലും തീരുമാനം ആവാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കാം. ഓക്കെ, കണക്ഷൻ ഇപ്പോഴും ആ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്,
ഓക്കെ, ഇപ്പോഴും ഈവൻ നിങ്ങൾ എത്ര കാലമായിട്ടോ കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നോ അല്ലെങ്കിൽ കാണാതിരിക്കുന്നോ, സ്റ്റിൽ ആ വ്യക്തിക്ക് നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഫയർ അഗെയിൻ ഫിസിക്കൽ ആയിട്ടുള്ള ഇന്റിമസി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് നിങ്ങളൊരു ഫയർ ആണ് ഈ ഒരു വ്യക്തിയുടെ. അത് എത്ര എക്സ്പീരിയൻസ് ചെയ്താലും അത് അണയാത്തൊരു സിറ്റുവേഷൻ, എത്ര സ്നേഹിച്ചാലും മതിയാവാത്തൊരു സിറ്റുവേഷൻസ് ലൈക്ക് എ ഫയർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് രണ്ട് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം, എസ്പെഷ്യലി ഈ ഒരു വ്യക്തി. ഓക്കെ, ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആക്ഷൻസ് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. ഈ വ്യക്തിയും ചില കാര്യങ്ങള് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം അവർക്കും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്, എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. സോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഇമോഷണൽ സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, let's take one more message. The person on your mind, they are not happy. നിങ്ങൾക്കറിയാം ഈ വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് വെച്ചിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് പലതും എടുക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിന്റെ ഇമോഷൻസും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് പറയാനും പറ്റുന്നുണ്ടാവില്ല, പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ആ വ്യക്തിക്ക് ഈഗോ അങ്ങനത്തെ കാര്യങ്ങളെന്നല്ല, അവരുടെ ഒരു ഇമോഷൻസ് അവർക്കും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല. ഓൾറൈറ്റ്, ഓക്കെ, മേ ബി ഇത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം ആയിരിക്കില്ല. ഈ വ്യക്തിയുമായിട്ട് ഒരു കോൺവെർസേഷനിലേക്ക് വന്നാലും നിങ്ങൾക്ക് അവിടേക്ക് ഈ വ്യക്തി കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും നിങ്ങളെയും അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ആ വ്യക്തിക്കും സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനും അത് എസ്പെഷ്യലി ഇമോഷൻസ് കാരണം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ആ ഒരു സ്നേഹം കൊണ്ടാണ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ദേ നീഡ് യുവർ അറ്റൻഷൻ. പക്ഷെ അത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരത് റിജക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അറ്റൻഷൻ, സ്നേഹം, കൺസിഡറേഷൻ, എസ്പെഷ്യലി നിങ്ങൾ അവരുടെ ഇമോഷൻസ് അവരുദ്ദേശിക്കുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താലും അവർക്കത് സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഒരുപാട് അറ്റൻഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, കെയർ, മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ആ വ്യക്തിക്ക് കുറച്ചുകൂടെ സേഫ്, സെക്യൂർ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി. ഓക്കെ, അത് നിങ്ങളായിട്ട് ചെയ്തു, നിങ്ങളുടെ എന്തെങ്കിലും ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കാര്യം കൊണ്ടെന്നല്ല, മേ ബി അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി പോകുന്ന സിറ്റുവേഷനും ആയിരിക്കാം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.